السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القدر من الجاه وعلى آله وصحبه وسلم تسليما مقدر ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. قل رب زدني علما. صدق الله المولانا العظيم. അല്ലിൽമു നൂറുല്ലാഹ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, മഹാന ഖാളി നസ്ർ ഇബ്നു മുഹമ്മദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു ചൊല്ലി, ഒരു മുതഅല്ലിം ചെന്നെങ്കിൽ ഒരു ആലിമായിട്ട് ഒരാൾ പഠിക്കുക പോയിട്ടെങ്കിൽ മുതഅല്ലിമായിട്ടെങ്കിൽ അയാളോ ബഹുമാനം ബഹുമതിയും ചെന്ന് തീർക്കുകയാവില്ല. ചെന്നെങ്കിൽ ആ ഈ ഇൽമു പഠിക്കാൻ പോയ മുതഅല്ലിം എത്ര ഓതിത്തെങ്കിലും നനപ്പും മണ്ടില്ല, ഓതിയതും മറന്നു പോകണം, എന്തും ആവില്ല. എത്ര ചെന്ന് കൊടുത്തിട്ടെങ്കിലും തലയ്ക്ക് പൊക്കൊടുത്തും ഇല്ല. എന്നൈറ്റെങ്കിലും കൂടി ആ മുതഅല്ലിമിക്ക് വലിയ സ്ഥാനം, മാനം, ബഹുമാനം, ബഹുമതി ഉണ്ട്. എന്തോന്ന് മുതഅല്ലിം എന്നുള്ള വലിയ ബഹുമാനം. പിന്നെ ആലിമട് നോക്കണോ ഇബാദത്ത്, മുഖം നോക്കണോ ഇബാദത്തല്ലേ ഉസ്താദിനെ, ആ വലിയ ബഹുമാനം ആർക്ക്? ആ മുതഅല്ലിമിക്ക്. പിന്നെ കണക്കില്ലാത്ത മലക്കുകളെല്ലാം നല്ല ചിറകെല്ലാം വിരിച്ചിട്ട് ആ മുതഅല്ലിം വിശേഷ കാവലുണ്ടാക്കണാറ്. ആറ് മലക്കുകൾ. അള്ളാഹുടെ റഹ്മത്ത് എല്ലാം ഭൂമിയിൽ വെച്ച് ആറുമേൽ എല്ലാവരും മേൽ റഹ്മത്ത് ഇറങ്ങട്. മുതഅല്ലിം മേൽ ഇറങ്ങണത്ര റഹ്മത്ത് വേറെ ആരും മേൽ ഇറങ്ങില്ല. മുതഅല്ലിമിടെ പവർ. പിന്നെ മുതഅല്ലിമു ആലിമിടെ വിട്ടുള്ളൂ മുദർരിസ്. ചെന്നെങ്കിൽ ദീന് പഠിപ്പാട്ട മുദർരിസ്, ദീൻ്റെ പഠിപ്പാട്ട മുദർരിസ്. അവിടെ ധാരാളം അള്ളാഹുടെ റഹ്മത്തും നിഅമത്തെല്ലാം ഇറങ്ങിയിട്ടിക്കട്. അതിൽ മുതഅല്ലിമും പങ്കുണ്ട്. അത് കിട്ടിയാൽ കണ്ടത് മുതഅല്ലിമായതുകൊണ്ട്. പിന്നെ മുതഅല്ലിം എവിടെ പോകണമെങ്കിൽ ഓരോരോ ഹെജ്ജക്ക് എത്തരമാ ദോഷമാഫാവുಡು, എത്തരമാ ദരജയാറാവുಡು, എത്തരമാ ഹസനാത്ത് എഴുതപ്പെട്ടു. ചെല്ലാറ് മഹാനായ ഖാളി നസ്ർ ഇബ്നു മുഹമ്മദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഒരുപാട് ഗ്രേറ്റസ്റ്റ് ഉണ്ട്. ഒരു സംഭവം ചെല്ലുന്ന ആ മഹാൻ മുഹമ്മദ് ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു അയാൾ ചെല്ല് ഞങ്ങൾ 10 ഇൽമു പഠിച്ചോണ്ടു ഇന്ന് ഞങ്ങൾ ഇൽമു പഠിക്കാൻ പോയപ്പോൾ പഠിക്കലോടെ മദീനത്തിൽ ഇൽമു പഠിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ കാലിയായിട്ട്, മുതഅല്ലിമാർക്ക് കാലിയായിട്ട്. ഞങ്ങൾ എന്താക്കണം ഇന്ന് ഞങ്ങൾ ഏതെന്തെങ്കിലും പൈസ ഇല്ലാണ്ട് സ്വരമില്ലല്ലേ, എന്തെങ്കിലും ചിലവ് വേണം, ചിലവ് ഇല്ലാണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡറോ തിരിച്ച് പണ്ട് അന്താജിന്ന. അപ്പം ഞങ്ങൾ ആരെ കണ്ടത്? ഒരു യഹൂദരെ കണ്ടത്. ഞങ്ങൾ അയാൾ നോക്കിക്കൊണ്ടിരുന്നു 4 മുതഅല്ലിമാരെ. അയാൾ ഞങ്ങൾ 3 ദിർഹം ഓരോരുത്തർക്ക് തന്നു. എത്ര? ഞങ്ങൾ ഇന്ന് 10 ആൾക്ക് ഓരോരാൾക്ക് 3 ദിർഹം അയാൾ തന്ന്. ആറ് യഹൂദി. അങ്ങനെ അയാൾ അപ്പം ചെന്ന് അയാൾക്ക് മനസ്സായപ്പോൾ ഗടി വന്നോയിട്ട് ഞങ്ങൾ ഈ 3 ദിർഹം ചിലവ് എപ്പോൾ തീരുന്നത് പറഞ്ഞതാക്കിയിട്ട് അയാൾ വന്നുകൊണ്ടിരുന്ന് ഇങ്ങനെ തന്നുകൊണ്ടേ ഇത് ഞങ്ങൾ വേണമായ സഹായത്തെ. ആറ്? ആ യഹൂദി. അങ്ങനെ 44 ആ യഹൂദി ഞങ്ങളെ സഹായിച്ചിട്ട്. എത്ര നാൾ? 40 ബട്ട അയാൾ സഹായിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഇൽമു പഠിച്ചുകൊണ്ടിരുന്ന. ഞങ്ങൾ ഒരു നാളിട്ട് കേട്ടാ, നിങ്ങെന്തോ ഞങ്ങളെല്ലാം ഭാരി ദാനാക്കടല്ലേ, നിങ്ങൾ ഒരു യഹൂദിയല്ലേ, നിങ്ങൾ ഞങ്ങളെ മത വേറെ, ഞങ്ങൾ ഇസ്ലാം ധർമ്മം തങ്ങ നിങ്ങൾ. അപ്പോൾ അയാൾ ചെന്ന് ദാനത്തിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ദാനം ആലിമുക്ക് മുതഅല്ലിമാർ കൊടുക്കണക്ക് ഒലിമ്പോലാക്ക് ദാനമുണ്ട്. എത്ര? 1 ഒലിമ്പോലാക്ക് ദാനമുണ്ട്. അങ്ങ് കൊടുക്കണക്ക് ബറാബരി അള്ളാഹുടെ വലിയ ചെന്നെങ്കിൽ വലിയ പ്രതിഫല. ഇന്ന് നാ നണ്ട തൗറാത്ത് ചില കിതാബിൽ കണ്ടേ, തൗറാത്ത് ചില കിതാബിൽ നാ കണ്ടേ ചൊല്ലാറ് ആ യഹൂദി. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിൽ ഭാരി ഇൻട്രസ്റ്റ്. ഞങ്ങളെ യഹൂദിമാർ പഠിക്കുന്നതിൽ അത്ര ഇൻട്രസ്റ്റ് കാണില്ല. നിങ്ങൾ പഠിക്കുന്നത് നോക്കി നിങ്ങൾക്ക് ഭാരി നിങ്ങളെ പഠിക്കുക ഇൻട്രസ്റ്റ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ നമുക്ക് സഹായമാക്കാൻ വിശേഷ നക്ക് മനസ്സായിട്ട് എന്ന് ആ യഹൂദി ചെന്ന്. അങ്ങനെ മുത്തല്ലിമാരായ മുത്തല്ലിൽ ഓതിട്ട് ആലിമായാൽ പിന്നെ
ചെല്ലുണ്ട് മുഹമ്മദ് ഇബ്നു ജരീർ ചെല്ലുണ്ട് ഞങ്ങൾ ഹജ്ജിക്ക് പോയിന്ന മക്കത്ത് കഅബാലത്തെ മുട്ട് ഞങ്ങൾ കണ്ട ആരെ കൊണ്ടുണ്ട് ഇതേ ഞങ്ങൾ പുറത്തുള്ള യഹൂദിരെ കണ്ട സുബ്ഹാനല്ലാ. ഈ യഹൂദിനെ ഞങ്ങൾ കണ്ട ഞങ്ങൾ കേട്ട നീ യഹൂദിയല്ലേ ഊടെന്ത് പറഞ്ഞ് കാരണം എന്തോ എന്ന് ഞങ്ങൾ കേട്ട നമ്മൾ കൊഞ്ഞിന്തല്ലേ യഹൂദിരെ നീ എന്തോ കഅബത്തെ മുട്ടുള്ളൂ എന്ന് കേട്ട. അപ്പം അതിൽ ചെന്ന് ഞാൻ അള്ളാഹ് റസൂലെ കിനാവ് കണ്ട നിങ്ങളെ നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാവ് കിനാവിലു അള്ളാഹ് റസൂൽ ചെന്ന് നിങ്ങളെ മുത്താലിമാർക്ക് ഭാരി സഹായാക്കിറാറ്. അതുക്കായിട്ട് അള്ളാഹു നിങ്ങളെ ഹിദായത്ത് ആക്കിറ. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമു ആവണു, മുസ്ലിം ആകും നിങ്ങൾ മനസ്സുമുണ്ടു എന്ന് അള്ളാഹ് റസൂൽ ചെന്ന് ഞാൻ അപ്പം മുസ്ലിമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് ചെന്ന് മുസ്ലിമായ മാത്രം മുസ്ലിമായല്ല നണ്ടൗത്തിൽ നിന്ന് പൂനെയിലാൽക്കും ആ ജാവുക അള്ളാഹ് റസൂൽ എല്ലാവർക്കും കണ്ടു. എല്ലാവരോടും ഇങ്ങനെ വിഷയം ചെന്നിട്ട് നിങ്ങളത്ര യജമാനിങ്ങനെ സഹായിച്ച മുത്താലിമാരെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അള്ളാഹു ഹിദായത്തിലാക്കിട എന്ന് അള്ളാഹ് റസൂൽ നിങ്ങളോട് ചെന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇസ്ലാം ദീൻ സ്വീകരിച്ച എല്ലാവരും. അതുകൊണ്ട് ഇപ്പം ഞാൻ കഅബാലത്തെ മുട്ടുന്നാണല്ലോ എന്ന് ചെന്നാറ് ആ യഹൂദി ചെന്നെങ്കിൽ എന്തായത് മുസ്ലിമായിട്ട് റളിയല്ലാഹു അൻഹു ആയത്. കാരണം മുത്താലിമാരെ ബഹുമാനിച്ചിട്ട് അങ്ങനെ സഹായിച്ചത് കൊണ്ട് ഇടീ കുടുംബം, ഏത് കുടുംബം യഹൂദികളുടെ കുടുംബം ഒരു മുത്താലിമാരെ ബഹുമാനിച്ചത് കൊണ്ട് ഇടീ കുടുംബം എന്താവടു ഇസ്ലാം ദീനായിട്ട് ഇസ്ലാം ആയിട്ട് പരിവർത്തനമാവടു. മുസ്ലിമായ ഞങ്ങൾ മുത്താലിമാർക്ക് സഹായിച്ചെങ്കിൽ എത്ര കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ചെല്ലകൂ സാധ്യമേ ഇല്ല എന്ന് ചെല്ലാറ് ഖാദി നസ്ർ മുഹമ്മദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, ഭൂമിയിലിട്ട് സ്വർഗത്താൽമാരെ നോക്കും. ആർക്കാട് മനസ്സുണ്ടെങ്കിൽ ചെന്തല്ല അള്ളാഹുടെ സ്വർഗ്ഗം മുത്താലിമാരെ കാണുന്നവരുണ്ട്. അപ്പോൾ മുത്താലിമാർ വലിയ ഭാഗ്യം. ഞങ്ങളെ മക്ക ഏതെങ്കിലും ഓരോന്ന് മുത്താലിമാവും. ഞങ്ങൾ കൈവിടെ പരമാവധി ശ്രമിച്ചിട്ട് 4 ഇൽമു പഠിക്കാനാണ്. ഇൽമു പഠിച്ചപ്പോൾ ദീനിയായ ഇൽമു പഠിച്ചപ്പോൾ വലിയ സ്ഥാനവും മാനവും ബഹുമാനം ഭൂമിയുടെ മേലും ഭൂമിയുടെ അടിലും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദാനത്തിൽ വെച്ച് ഏറ്റവും വലിയ ദാനം എന്തോ മുത്താലിമാർക്ക് ദാനാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മോൻ്റെ ആർക്കോ പറഞ്ഞതല്ലേ, അത് മഹാദാനം. അങ്ങനെ ഇപ്പം ഈ ഖലീലുല്ലാഹി ഇബ്രാഹിമിയുടെ അനുസ്മരണമുള്ള ടൈമല്ലേ പയ്യാമദശകളുള്ളല്ലേ. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കുക, ധാരാളം ദാനാക്കടങ്ങൾ ആവണം. അതൊക്കെ ഞങ്ങൾ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി റഹ്മാനെ. മുത്താലിമാർ അങ്ങേറ്റം ബഹുമാനിക്കും, അങ്ങ് സഹായിക്കും. ഞങ്ങൾ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകുക അല്ലാഹ്. ഞങ്ങളെല്ലാ പ്രവർത്തനവും സ്വീകരിക്കുക റഹ്മാനെ. ഞങ്ങളെ മക്കളെ എല്ലാവരും മുത്താലിമാക്കും. കൈയുടെ പരമാവധി 2 വിദ്യാഭ്യാസം കൊണ്ട് ഡിഗ്രി ഏത് പഠിച്ചെങ്കിലും മുത്താലിമാക്കും ആലിമാക്കും നീ ആവതാക്കുക അല്ലാഹ് ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.